ലെബനോനിൽ ഇസ്രയേൽ നടന്ന ആക്രമണത്തിന് മറുപടിയായി വടക്കൻ ഇസ്രയേൽ വീണ്ടും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ബി ജെയിംസ് ചേർന്നു. ബി ജെയിംസ്, പറയൂ. ഇവിടെ യുദ്ധമൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ലെബനോനിൽ കനത്ത പോരാട്ടം നടത്തുകയാണ് ഇസ്രായേൽ സേന കയറി 30 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു എന്ന് മാത്രമല്ല 30 കിലോമീറ്റർ കഴിഞ്ഞ് ഉള്ള ലിറ്റാനി നദി കടന്ന് ഇസ്രായേൽ സേന മുന്നോട്ട് പോയി. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു വലിയ ഭീഷണി വന്നിരിക്കുന്നത് ഈ ഹെസ്ബുള്ളയുടെ ആക്രമണം, റോക്കറ്റ് ആക്രമണം നടക്കുകയാണ് വടക്കൻ ഇസ്രായേലിലേക്ക്. അത് ഉടൻ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ബെയ്റൂട്ടിലേക്ക്, ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കയറി ആക്രമിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേൽ സേന കരസേനയും അതുപോലെ തന്നെ വ്യോമസേനയും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ലെബനോനിൽ 12-13 ലക്ഷം ആൾക്കാർ പലായനത്തിലാണ്. തെക്കൻ ലെബനനിൽ മുഴുവൻ പ്രശ്നമാണ്. പക്ഷേ ഇങ്ങനെ ഈ റോക്കറ്റ് ആക്രമണം പക്ഷേ ഹെസ്ബുള്ള തുടർച്ചയായി നടത്തുകയും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾ അവിടെയും പലായനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകപക്ഷീയമല്ല ആക്രമണം, ഇസ്രായേലിന് നേരെയും റോക്കറ്റുകൾ നിരവധിയായിട്ട് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് അടിയന്തര ചർച്ച നടത്തിയത്. പക്ഷേ ട്രംപ് വേറൊരു വെർഷനാണ് പറയുന്നത്. ട്രംപ് പറയുന്നത് ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ പോവില്ല, ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ തരത്തിൽ ബെയ്റൂട്ടിൽ കയറി ഇനി ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് ട്രംപ് പറയുന്നു. ട്രംപ് ഓരോ തവണ പറയുമ്പോഴും ഇസ്രായേൽ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗസയിലേക്കും ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ ലെബനോനിലെ ആക്രമണം നിർത്താതെ ഒരു ചർച്ചയ്ക്കുമില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രോക്സിയാണ് ഹെസ്ബുള്ളയെ ആക്രമിക്കുന്നിടത്തോളം കാലം തങ്ങൾ ഇപ്പൊ യുദ്ധം നിർത്തുകയാണെങ്കിൽ ലെബനോനിലും ഗസയിലും എല്ലാം യുദ്ധം നിർത്തണം, ഇറാനിലടക്കം. അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹോർമോസ് കടലുകൾക്ക് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഒപ്പം തന്നെ എണ്ണവില $2-3 കൂടി. കാരണം ഈ ആക്രമണങ്ങളുടേത് തുടങ്ങിയതോടെ ലോകമെമ്പാടും വീണ്ടും ഭീതി പരന്നിരിക്കുകയാണ്. അപ്പോൾ എണ്ണ വില കൂടുന്നു. ഹോർമോസ് കടലിടുക്കിന്റെ സമീപം ഏതാണ്ട് 100 കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടപ്പാണ്. എന്ന് മാത്രമല്ല ഇറാന് മേൽ അമേരിക്ക കൊണ്ടുവന്ന ഉപരോധം മൂലം 125 ഇറാന്റെ എണ്ണക്കപ്പലുകളാണ് തിരിച്ചുവിട്ടത്. അതൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോഴും സംഘർഷാവസ്ഥയിൽ തന്നെയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് പറക്കുമെന്ന് നമുക്ക് പറയാനാവാത്ത അവസ്ഥയാണ്. താങ്ക് യു ബി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.